കാണിക്കാ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവെ പേടിക്കുന്ന പെണ്ണിന് മുൻതൂക്കം കൊടുക്കണം പ്രിയപ്പെട്ടവര്. അവള് കറുത്തവരാകട്ടെ, അവള് വെളുത്തവളാകട്ടെ, അവള് വിരൂപിയാകട്ടെ, റബ്ബിനെ പേടിക്കുന്ന പെണ്ണ് നിനക്ക് കിട്ടിയ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കറിയുമല്ലോ. അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോ സകലതും നഷ്ടപ്പെട്ടു പോയല്ലോ. ഏറ്റവും വലിയ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസാനമായി പ്രിയപ്പെട്ട ഒരു ഭാര്യ മാത്രമുണ്ടായിരുന്നു. എല്ലാവരും ഉപേക്ഷിച്ചു, ജനങ്ങൾ പോലും വെറുത്തുപോയി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത രോഗം കൊണ്ട് ശരീരം പഴുപ്പിറക്കാൻ തുടങ്ങിയപ്പോ ജനങ്ങൾ പറഞ്ഞു, പെണ്ണേ റഹ്മാ, നിന്റെ ഭർത്താവിനെ കൊണ്ടുവയ്ക്കോ, എവിടെയെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അവസാനം റഹ്മാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മനോഹരമായ തലമുടിയില്ലേ, ആ തലമുടി പോലും അഴിച്ച് അറുത്ത് വിറ്റുകൊണ്ട് ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പാല് കൊടുത്ത് സന്തോഷത്തോടെ പ്രിയപ്പെട്ടവനെ തോളപ്പെട്ടുകൊണ്ട് നടന്നു പോരെങ്കിലും എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാര്യയെ കിട്ടോ. പാരിപ്പള്ളിയിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ അപസ്മാര രോഗം ബാധിച്ചുകൊണ്ട് മീൻകച്ചവടക്കാരനായ ഒരു സഹോദരൻ തന്റെ തല പാറയിലിടിച്ചുകൊണ്ട് അബോധാവസ്ഥയിലായി. അവസാനം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിന്റെ കീഴിൽ ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗം സ്തംഭിച്ചുപോയി. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം. 2 മക്കളുണ്ട്, സബീറും സബൂറും. ആ 2 പ്രിയപ്പെട്ട മക്കൾ 3ഉം 5ഉം വയസ്സ് പ്രായമായ മക്കൾ. അവിടെ പ്രവാസനത്തിന് പോയി ആ സഹോദരനെ കാണാൻ ചെന്നപ്പോ റൂമിലൊക്കെ നല്ല സുഗന്ധം. ആ സഹോദരന്റെ വാപ്പ പറയാണ്, ഉസ്താദ് വന്നതുകൊണ്ട് ചിലപ്പോ ചില റൂമൊക്കെ വൃത്തിയാക്കുമല്ലോ, ഇത് അതുപോലെ വൃത്തിയാക്കിയതല്ല, എന്റെ മരുമോളാ നോക്കുന്നത്, എന്റെ മോന്റെ മലവും മൂത്രവും എന്റെ പ്രിയപ്പെട്ട മരുമോള് വന്ന് വൃത്തിയാക്കി കൊടുക്കും. മനോഹരമായ രീതിയിൽ എന്റെ മകൻ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് അടരാൻ തുടങ്ങിയപ്പോ അതിന് പോലും മരുന്ന് വെച്ചുകൊണ്ട് മനോഹരമായി തന്റെ ഭർത്താവിനോടുള്ള കടമ പാലിക്കുന്ന ഒരു പെണ്ണിവിടെയുണ്ട് എന്ന് പറഞ്ഞു. കാണാൻ താല്പര്യം തോന്നിപ്പോയി പ്രിയപ്പെട്ടവർ. ആ സഹോദരി വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കൂല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു റിസൾട്ട് ഡോക്ടർ പറഞ്ഞാൽ ഏത് ഭാര്യ നോക്കും, പരിചരിക്കും? ഏത് ഭാര്യ നോക്കും? ഭർത്താവ് പറഞ്ഞു അത്രയും ഭാര്യയോട്, വേറെ വിവാഹം കഴിക്കണം, നീ സന്തോഷമായിട്ട് ജീവിക്കണം, എന്റെ മക്കളെ കൂടി നോക്കണം. ആ പ്രിയപ്പെട്ട ഭാര്യ 4-5 വർഷങ്ങളായി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും കളഞ്ഞ് തന്റെ ഭർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ ഇതിന് സമാനമായ ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്നത്. വേശ്യാവൃത്തിയുടെ പേരിൽ തലമറച്ച വറുതയിട്ട ഒരു പെണ്ണിനെ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. സ്റ്റേഷന്റെ അകത്ത് മർദ്ദിച്ചപ്പോൾ ഞാൻ വ്യഭിചാരിണിയല്ലെന്ന് പറഞ്ഞു. നിലത്തേക്ക് അടിച്ചപ്പോൾ പ്രഹരിച്ചപ്പോൾ നിലത്തേക്ക് തെറിച്ചു വീണ പേഴ്സിന്റെ അകത്ത് നിന്ന് ഗുളിയയും അതുപോലെ ഹോസ്പിറ്റലിന്റെ സാധനങ്ങളും തെറിച്ചു വീണു. എന്താണിതെന്ന് ചോദിച്ചപ്പോ തന്റെ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭർത്താവ് RCCയിൽ കഴിയുകയാണ്. ചികിത്സയ്ക്ക് കുടുംബക്കാർ തന്ന പണം തീർന്നു പോയി. അവസാനം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിന്റെ ക്യാൻസർ മാറിയിട്ട് തിരിച്ചെനിക്ക് കിട്ടുമെന്നറിയില്ല റബ്ബേ. എന്നാലും ആ സഹോദരി അവസാനം കടം വാങ്ങി പലിശ വാങ്ങി എല്ലാം കഴിഞ്ഞു. അവസാനം ചെയ്ത പരിപാടി എന്താ? തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നടന്നു പോകുന്ന 20കാരന്റെ 25കാരന്റെ 30കാരന്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങൾക്കെന്റെ ശരീരം വേണോ, നിങ്ങൾക്കെന്റെ ശരീരം വേണോ എന്ന് പറഞ്ഞിട്ട് ആ ശരീരം കൊടുപ്പ് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഭർത്താവിന് മരുന്ന് വാങ്ങാൻ തീരുമാനിച്ച പെണ്ണ്. ഇസ്ലാമിൽ എത്ര സംഘടനകളുണ്ട് പ്രിയപ്പെട്ടവരെ. പള്ളിയുടെ മിനാരത്തിന്റെ പെയിന്റടിക്കാർ, ഹൗദിൽ ടൈൽസ് ഒട്ടിക്കാർ, മെമ്പർ തേക്ക് കൊണ്ട് പണിയാനും പണപ്പിരിവ് നടത്തുന്ന പരിപാലകരെ,
പള്ളിയുടെ ബാത്റൂമിൽ ടൈലൊട്ടിക്കാനും ഗ്രാനൈറ്റ് ഒട്ടിക്കാനും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പള്ളിയുടെ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് സന്തോഷിക്കുന്ന പരിപാലകരെ, ഈ പാവപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ കണ്ടോ? ഭർത്താവിന് മരുന്ന് വാങ്ങാതെ ശരീരം തെറ്റ് ഭർത്തൃസ്നേഹം കാത്തു സൂക്ഷിച്ചു പോരെങ്കിൽ അള്ളാഹു എന്നെയും എന്റെ കുടുംബത്തെയും ഈ സരസിൽ വന്ന മുഴുവൻ പേര് അത്തരം അവസ്ഥകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കല്യാണം കളിയല്ല ചെറുപ്പക്കാരാ. സോലിഹത്തായ ഒരു ഭാര്യയോ നിനക്ക് കിട്ടിയ ഒരു സങ്കടം വേണ്ട. അറിയാതെ നിന്റെ കടം തീരുമല്ലോ, നിന്റെ വേദന മാറുമല്ലോ, നിന്റെ പ്രയാസമകലുമല്ലോ. അള്ളാഹു നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകളെ അല്ലാതെ പേടിച്ചു കരയുന്ന സ്ത്രീകളാക്കി മഗ്‌രിബിന്റെ സമയത്ത് സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള പെൺകുട്ടികളെ കിട്ടിയാലുള്ള ഉപയോഗം അതാണ്. പിന്നെയോ അള്ളാഹു പറയുകയാണ്, സാമ്പത്തിക മോഹമില്ലാതെ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അള്ളാന്റെ റസൂൽ സഹാബത്തിന് കൊടുത്ത മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിക്കാഹിൽ ബറക്കത്ത് ചെയ്യുന്നരാ. സാമ്പത്തിക മോഹമില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് ഈ മുസ്ലിം യുവജനവേദിയുടെ പ്രവർത്തകർ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ആ പാവപ്പെട്ട സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇത്രയും ദിവസത്തെ പരിപാടി ഇവിടെ കഴിയുമ്പോ ആര് ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞു ബാക്കി എത്ര രൂപ വന്നാലും ഉസ്താദേ, ഒരു രൂപ പോലും ഒരാവശ്യത്തിനും ബാക്കി മാറ്റാതെ പാവപ്പെട്ട പെൺകുട്ടിയുടെ നിക്കാഹിന് വേണ്ടി മാത്രം കൊടുക്കുമെന്ന് അള്ളാഹയെ സാക്ഷി നിർത്തി അവർ പറഞ്ഞിട്ടുണ്ട്. റബ്ബ് അതിനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ. അത് ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവർക്കാണ് അതിന്റെ സങ്കടം അറിയുക, സാധുക്കൾക്കാണ് അതിന്റെ വേദന അറിയുക. ഇന്ന് നടക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇത് പറയുമ്പോ ചില സഹോദരങ്ങൾ, നാടൻ ചില സഹോദരങ്ങൾ ഉണ്ടല്ലോ, മുഗിലിയാക്കന്മാരെ അത്ര ഇഷ്ടമില്ലാത്തവരെ കുറച്ച് ആൾക്കാരുണ്ട്. മുഗിലിയാക്കന്മാരിങ്ങനെ മൈക്ക് കിട്ടുമ്പോ പലതും പറയും എന്നിങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് നാടൻ ആൾക്കാർ ഈ കാലഘട്ടത്തിലുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഇടയ്ക്കിടയ്ക്കിട്ട് താങ്ങുന്നത് കൊണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഇരുന്ന് മുസ്ലിയാര് ഏതെങ്കിലും മുമ്പിലിരിക്കുന്നവർക്ക് എതിരായിട്ട് പ്രസംഗിച്ചാൽ എങ്ങനെയെങ്കിലും തിരിപ്പ് വെച്ച് കൃത്രിമം ഉണ്ടാക്കി മുഗിലാർക്കെതിരെ നോട്ടീസ് പഠിച്ചിറക്കി എങ്ങനെയും പറഞ്ഞു വിട്ട് കബൂലാക്കണം എന്നുള്ള ചിന്ത ഒരുപാട് പേർക്കുണ്ട്. പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിയാക്കന്മാരും കുറച്ച് ശ്രദ്ധിക്കണം. കയറി പറഞ്ഞു സെക്രട്ടറി എന്ന് പറഞ്ഞു, അതോ സെക്രട്ടറി ഭയങ്കര കങ്ങളാണ് എന്ന് പറഞ്ഞ് ഒട്ടങ്ങ് കിടക്കും. അവസാനം സെക്രട്ടറി പണി തരുമ്പോഴാണ് ഓടുന്ന ഓട്ടം കാണും. എല്ലാരും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയാൽ അഭിമാനത്തോടെ ജോലി ചെയ്യാം, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ചെന്ന് കയറുമ്പോ 1000 രൂപ ശമ്പളം കൂട്ടിത്തന്ന് പറഞ്ഞു എല്ലാ ജുമയ്ക്കും കയറിയിട്ട് മഹാനായ പ്രസിഡന്റാണ് ഇതോ കടന്നു വരുന്നത് കണ്ടോ മക്കള്, നമ്മളെ പള്ളികൾ നിറകുടമാണ്. മുസ്ലിയാർ ഇങ്ങനെ നീട്ടി അങ്ങ് പ്രസംഗിക്കും. മുസ്ലിയാർ ഈ ഇത് കേൾക്കുമ്പോ പ്രസിഡന്റ് സെക്രട്ടറി 4 അടി അങ്ങ് പോകും. അവസാനം എന്ത് ചെയ്യും? മൊയ്ലാരിക്ക് പണി കിട്ടുമ്പോ ആരും കൂടെ കാണൂല. അതാണ് അവസ്ഥ. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരിത്തിരി ശ്രദ്ധിക്കണം. പൈസയൊക്കെ കൊണ്ട് പലരും വരും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കെതിരെ നോട്ടീസ് ഇറങ്ങും, പോസ്റ്റർ ഒട്ടിക്കും, ആകെ കുഴപ്പം. അതിന്റെ നോട്ടീസ് അല്ല, വാണിഭം വരും. ചേമ്പും ചേനയും കൊണ്ട് ഇവരായിര മോള് വന്നടാ എന്നൊക്കെ പറയും. അള്ള കാക്കട്ടെ. അതുകൊണ്ട് മരച്ചീനിയും പുളിമുളകും ഒക്കെ തിന്നാൻ നല്ല രസമായിരിക്കും, നോട്ടീസ് വരുമ്പോഴാണ് രസം കുറയാ. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു കാക്കട്ടെ. പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഉസ്താദന്മാരുണ്ടല്ലോ, ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ. ഒരു ബറക്കത്തെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന 2000 രൂപയുണ്ട്, അല്ലെങ്കിൽ 3000 രൂപ, അതിനൊരു വല്ലാത്ത ബറക്കത്ത്. 10000 രൂപ ചിറ്റിമൂലയിൽ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ചിലവ് നടന്നില്ലെങ്കിലും 1500 രൂപ വാങ്ങിച്ച് പള്ളിയിൽ ചോറെടുക്കാൻ നിൽക്കുന്ന പയ്യന് ഒരു ടെൻഷനും ഇല്ല. അവന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങേരിക്ക് 100 രൂപ കടം കൊടുക്കും, ചമ്പ് വെച്ച് വാക്കാന്നും പറഞ്ഞു. കാരണം എന്താ? എവന്റെ പൈസ ഉണ്ടല്ലോ അത് ബറക്കത്തുള്ളതാണ്. അത് അള്ളാന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പൈസ ബറക്കത്തുള്ളതാണ് എന്നും പറഞ്ഞ് കാണിക്കപ്പെട്ട് അടിച്ചു മാറ്റാൻ നിൽക്കണ്ട. ഞാൻ നിലമേലൊരു ഭാഗത്ത് വാഴോട് പ്രസംഗത്തിന് വേണ്ടി പോയപ്പോ ആംപ്ലിഫയർ അടിച്ചോണ്ട് പോയി ആരോ ഉച്ചയ്ക്ക്. കാരണം ഇലക്ഷന്റെ സമയമാണല്ലോ, ഫ്രീ ആയിട്ട് വണ്ടിയിൽ ഇത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയാൽ അത്രയെങ്കിലും ലാഭം കിട്ടുമല്ലോ. പള്ളിയെ തക്കാവിൽ ആംപ്ലിഫയർ കൊണ്ടുപോയി. പോരുവഴി ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. അന്ന് ഒരു ഒത്തിരി വലിയ വണ്ടിയിലാണ് വന്നത്, എന്റെ വണ്ടിയൊന്നുമല്ല, വേറെ വിളിച്ചു പറഞ്ഞ വണ്ടി. അതിന്റെ അടിയിൽ 2 LED ബൾബ് ഒട്ടിച്ചു വെച്ചിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോ അതാരാ ഊരിക്കൊണ്ടുപോയി.
സാറേ ഞാൻ പറഞ്ഞു എന്റെ ഹെൽമെറ്റ് എങ്കിലും ഇനി തിരിച്ചു തരണേ, ഞാൻ പോട്ടെ. എല്ലാം എല്ലാ പള്ളി ഇതൊക്കെ ബറക്കത്തുള്ള സാധനമാണ് ഇഷ്ടം. ചില പള്ളികളിൽ ചെന്നാലുണ്ടല്ലോ, ഉസ്താദ് മാരിമസ്കാരത്തിന് കയറുമ്പോൾ ഉസ്താദിന്റെ റൂമിൽ നിന്ന് മൊബൈലും പേഴ്സും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ എല്ലാവരും മൂന്നാം ഭാഗത്തേക്ക് പോയി എണ്ണി ഇപ്പൊ വീട്ടിൽ പോകുമ്പോൾ പത്രത്തിന് കൊടുക്കാം, പാലിന് കൊടുക്കാം, പെണ്ണുമ്പിള്ളയെ കൊണ്ട് കന്യാകുമാരി പോകാൻ പറഞ്ഞ് അടുക്കി വെച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുപോകും. കാരണം ബറക്കത്തുള്ള പൈസയാണ് കള്ളന്മാർക്ക് ഇപ്പൊ ആവശ്യം. അവര് പറഞ്ഞ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇതാകുമ്പോ നല്ല റാഹത്താണ്. ഓരോ പൈസയിലും ഓരോ ആയത്തിന്റെ മണം, സലാത്തിന്റെ ഗുണം. ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കൊണ്ടുപോവാ. ഒരുപാട് അനുഭവിക്കും, റബ്ബ് കാക്കട്ടെ. പള്ളിയുടെ പൈസ ഉണ്ടല്ലോ, പള്ളിയുടെ പൈസ. ചില ആൾക്കാർ ബബിൾക്കോം കാലിൽ ഒട്ടിച്ചുകൊണ്ട് കടുവപ്പള്ളിയുടെ മുമ്പ് കൂടെ ഒറ്റ ഓട്ടമാണ്. അങ്ങ് എന്നിട്ട് നുള്ളിപ്പറക്കി അവറിനകത്ത്